ജോലിയുടെ അധ്വാനത്തിന്റെ മഹത്വമൊക്കെ പറഞ്ഞ് നീ പോയി ജീവിച്ചോ. ആ പിന്നെ വേണമെങ്കിൽ അതിനെക്കുറിച്ചൊരു മഹാകാവ്യം എഴുതി മാങ്ങാക്കൊലേന്നോ തേങ്ങാക്കൊലേന്നോ പേരുവിട്ടോ. പക്ഷേ ഭാമാന്റിയുടെ വീട്ടിലേക്കുള്ള വഴി നീ മറന്നേക്ക് എന്നേക്കുമായി. സുസ്മിതേ, എന്താടി അങ്ങനെ നിന്റെ കാര്യങ്ങൾ മാത്രം സാധിച്ചിട്ട് പോയാൽ എങ്ങനെയാ സുസ്മിതേ? എന്റെ കാര്യങ്ങൾ കൂടി നടക്കണ്ടേ? മനസ്സിലായില്ല. നാടോടിയെന്നോ ഒറീസയെന്നോ ബംഗാളെന്നോ എന്തൊക്കെ നീ പറഞ്ഞില്ലേ? എന്നെ അങ്ങനെ കണ്ട് സുഖിക്കാൻ വേണ്ടിട്ടല്ലേ നീ വന്നത്? സംശയം എന്താ? വേറൊരു ലക്ഷ്യം കൂടെ ഉണ്ടായിരുന്നു. അതാ ഞാൻ നിന്നെ ഓർമ്മിപ്പിച്ചത്. ഭാമാന്റിയുടെ വീട്ടിലേക്ക് ഇനി ഒരിക്കലും തിരിച്ചു കയറാന്ന് നീ മനക്കോട്ട കെട്ടേണ്ടെന്ന്. അതായത് നീ ഇനി നിന്റെ ഭാമാന്റിയുടെ വീട്ടിലെ സപ്രമഞ്ചത്തിൽ കിടന്ന് സുഖിക്കാൻ പോവാണെന്ന് അല്ലേ? അതില് സംശയം തടി. എത്ര കാലം? ഞാൻ ആഗ്രഹിക്കുന്ന അത്രയും കാലം. അല്ലെങ്കിൽ എനിക്ക് മടുപ്പ് തോന്നുന്നത് വരെ. അല്ലടി, സത്യാമ്മയുടെ വീട്ടിലെ നിന്റെ സുഖവാസകാലം എത്രയാണെന്ന് ഈ ശാലിനി നിശ്ചയിക്കും. മനസ്സിലായില്ല. വിഷ്ണുവും ശാലിനിയും പ്രീതിയുടെ കൈക്കുഞ്ഞും സത്യാമ്മയുടെ വീട്ടിൽ നിന്ന് പുറത്തായ ബഹളത്തിനിടയില് എല്ലാവരും മറന്നു കളഞ്ഞൊരു പേരുണ്ട്. രോഹിത്. ഇടേ, രോഹിത് മടങ്ങി വരുന്നത് വരെ മാത്രമേ ഉള്ളൂ സത്യാമ്മയുടെ വീട്ടിൽ നിന്റെ സുഖവാസം. അത് കഴിഞ്ഞ സത്യാമ്മ തന്നെ അവരുടെ വീട്ടിൽ നിന്ന് ഒരട്ടയെ തോണ്ടി എറിയുന്നത് പോലെ നിന്നെ പുറത്താക്കും. രോഹിത് മടങ്ങി വന്നാലിപ്പോ എന്താ? അവൻ സൂയിസൈഡ് പോയിന്റിൽ നിന്ന് തന്നെ താഴേക്ക് വീണതല്ലേ? തനിയെ താഴേക്ക് വീണതല്ലേന്ന് അല്ലേ? നിന്റെ ആ ചോദ്യത്തിൽ തന്നെ പഞ്ചകൈലാസത്തിൽ നടന്നത് എന്താണെന്നുള്ളതിന്റെ ഉത്തരവുമുണ്ട് സുസ്മിത. എനിക്ക് മുന്നില് നീ ഒന്നും ന്യായീകരിച്ച് ബുദ്ധിമുട്ടണ്ട. നീ നിന്റെ മനസാക്ഷിക്ക് മുന്നിൽ തന്നെ വാദവും പ്രതിവാദവും ഒക്കെ നടത്തിയാ മതി. പക്ഷെ അന്തിമമായ ഉത്തരം ഒന്നേ ഉണ്ടാവൂ. രോഹിത് മടങ്ങി വരുന്നത് വരെ മാത്രമേ നിന്റെ ഈ സുഖവാസം ഉണ്ടാവൂ. പിന്നെ നിനക്കുള്ളത് വനവാസമല്ല, ജയിൽവാസമാണ്. Your countdown starts now. Right now. ഇനി സത്യാമ്മയുടെ സപ്രമഞ്ചത്തെ കിടന്ന് സുഖമായിട്ടങ്ങ് ഉറങ്ങാൻ കഴിയുമെങ്കിൽ അവനെ കുറിച്ചുള്ള ടെൻഷൻ ഇനി വേണ്ടാന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അവൻ വന്നാ ശാലിനി പറഞ്ഞത് തന്നെയാവും സംഭവിക്കുക. ഉള്ള മനസമാധാനം പോയല്ലോ ദൈവമേ. ഈ പിശാചിനെ കാണാൻ വരണ്ടായിരുന്നു. പടി കൊടുത്ത് അടി വാങ്ങിച്ചതുപോലെയായി. ശാരദമ്മയുടെ കാര്യത്തിൽ കുഴപ്പമില്ല. പരാതി പിൻവലിച്ചതുകൊണ്ട് കേസ് പൂർണ്ണമായി രാജിയായി.
ഗോപാലേട്ടന്റെ ജാമ്യത്തിന് ഉപാധികളുണ്ട്. അറിയാലോ, 2 ലക്ഷം രൂപ കെട്ടിവെച്ച് 2 പേരുടെ ആൾ ജാമ്യവും. പോലീസിന്റെ അനുമതി ഇല്ലാതെ ജില്ല വിട്ട് എങ്ങോട്ടും പോകാൻ പാടില്ല. ആഴ്ചയിലൊരിക്കൽ ഇവിടെ വന്ന് ഒപ്പിടുകയും വേണം. ഇതിലേതെങ്കിലും ലംഘിച്ചു കഴിഞ്ഞാൽ ജാമ്യക്കാർക്കാ കുഴപ്പം. അറിയാലോ. ശാരദമ്മ വീട്ടിലേക്കല്ലേ ഞാൻ ഡ്രോപ്പ് ചെയ്യാം? വേണ്ട മോനെ, എനിക്ക് ഒരിടം വരെ പോകാനുണ്ട്. എവിടേക്കാ ശാരദമ്മ? അത് ഇവിടെ അടുത്ത് തന്നെയാ. ഞാൻ പിന്നെ പറയാം. എങ്കിൽ ശരി, ഓക്കെ എന്നാ. ശരി മോനെ. മോ ശാരദയുടെ വീട് വഴിയാണോ പോകുന്നത്? അതെ. എന്നാ ഞാൻ കൂടെ വരാം. എന്നെ പറയുന്നിടത്തൊന്ന് ഇറക്കിയാൽ മതി. ശരി, പോ. എവിടേക്കിലേക്കണ്ട ഒരു കാക്കയുണ്ട. കാക്കാവിളി. ഇതാരാ വരണേ നോക്കിയേ. മോള് വാശിയൊന്നും പിടിച്ചില്ലല്ലോ? ഏയ്, ഞങ്ങളിങ്ങനെ ഓരോന്ന് സംസാരിച്ചിരിക്കുന്നു. അല്ല, ഇതെന്തൊക്കെയത്? ആ, അത് അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു വിഷ്ണുട്ടാ. അതാ താമസിച്ചത്. അതിന് പൈസ എവിടുന്ന? വെച്ചു മോളെ. താനെന്തോന്നും പറയാത്ത? അത് പിന്നെ ബേബി സോപ്പും പൗഡറും ഒക്കെ വാങ്ങാൻ ചെന്ന വഴിക്ക് ശങ്കരേട്ടനെ കണ്ടു വിഷ്ണുട്ടാ. നമ്മുടെ കുടുംബശ്രീ ഹോട്ടലിലെ പതിവുകാരനെ. ശങ്കരേട്ടൻ മഞ്ഞപ്പിത്തമായിട്ട് ഹോസ്പിറ്റലിൽ കിടന്നപ്പോ ഞാൻ കുറച്ച് പണം കൊടുത്ത് സഹായിച്ചിരുന്നു വിഷ്ണുട്ടാ. അത് ശങ്കരേട്ടൻ തിരിച്ചു തന്നു. ആ അയ്യോ, പാവത്തിന്റെ കയ്യിൽ എവിടുന്ന കാശ് ശാലിനി? ഇയാള് പുള്ളിക്കാരനോട് കാശ് തിരിച്ചു വെച്ചു? അങ്ങനൊന്നുമല്ല വിഷ്ണുട്ടാ. ഈ ശങ്കരേട്ടനെ ലോട്ടറി എടുക്കുന്ന ശീലമുണ്ട്. ഒറ്റ തടിയല്ലേ, വേറെ ചെലവൊന്നുമില്ലല്ലോ. അവസാനം ഒരേ നമ്പർ വരുന്ന കുറെ ലോട്ടറികൾ ഒരുമിച്ച് എടുക്കുന്ന. ചിലപ്പോ ഒന്നിച്ചടിക്കും, അല്ലെങ്കിൽ മൊത്തം പോവും. ഇന്നലെ 5000-ന്റെ 5 ലോട്ടറികൾ ഒന്നിച്ചടിച്ചു എന്ന്. അപ്പൊ കടം തരാനുണ്ടായിരുന്ന 10,000 രൂപ അത് തിരികെ തന്നത്. എന്നാലും വേണ്ടായിരുന്നു. അതിപ്പോ കുഞ്ഞിത് പിടിച്ചോന്നും പറഞ്ഞ് നിർബന്ധിക്കുമ്പോ ഞാൻ പിന്നെ എന്ത് ചെയ്യാനാ? ഇനി ഒരു ആവശ്യം വരുമ്പോ കുഞ്ഞിന്റെ അടുത്ത് ചോദിക്കാൻ പറ്റില്ല അല്ലേന്നും പറഞ്ഞു കണ്ണൊക്കെ നിറച്ചപ്പോഴാ ഞാൻ പിന്നെ മനസ്സോടെ വാങ്ങിച്ചത്. വിഷ്ണുട്ട, നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ അറിഞ്ഞിട്ടൊന്നും അല്ല, ശങ്കരേട്ടന്റെ കയ്യിലുണ്ടായിട്ടാ. ശങ്കരേട്ടൻ തന്നെ പറഞ്ഞ പോലെ പുള്ളിക്കാരൻ എന്തെങ്കിലും ആവശ്യം വരുമ്പോ നമുക്ക് തിരികെ സഹായിക്കാലോ. വാവേ, ദേ എന്തൊക്കെയാ വാങ്ങിച്ചെന്ന് നോക്കി. ഇത് കണ്ടോ, ഇത് ഇവളെ കിടത്താനുള്ളതാ. പിന്നെ ഇവൾക്കേ കുറച്ച് ഉടുപ്പുകളും വാങ്ങിച്ചു. നമ്മളെല്ലാം ഇങ്ങ് എടുത്തോണ്ട് പോകുന്നില്ലല്ലോ. ഇതാ അടുക്കളയിലേക്ക് അത്യാവശ്യം വേണ്ട ചില പാത്രങ്ങളാ. വിഷ്ണുട്ടാ, ബാക്കി പണം. അത് ഇയാള് തന്നെ വെച്ചോ? അതെന്താ വിഷ്ണുട്ടാ, ഇത് വിഷ്ണുട്ടൻ തന്നെ വെക്ക.
പലവിധ ആവശ്യങ്ങളുള്ളതല്ലേ. എന്റെ പണമെന്ന് പറഞ്ഞ വിഷ്ണുവേട്ടന്റെ പണം തന്നെയല്ലേ. വാങ്ങിക്കൂ വിഷ്ണുവേട്ടാ. പിടിക്ക്. പിന്നെ ഇന്ന് സത്യാമ്മയെ കടയിൽ വെച്ച് കണ്ടിരുന്നു. അമ്മ എന്തിനാ അവിടെ വന്നേ? എന്നെ കാണാനായിട്ട് തന്നെയാന്ന് എനിക്ക് തോന്നിയത്. ഇറക്കി വിട്ടെങ്കിലും നമ്മൾ എവിടെയാ എങ്ങനെ കഴിയുന്നു എന്നൊക്കെ അറിയണമെന്നുണ്ടായിരിക്കും. എന്നിട്ട് നിങ്ങൾ തമ്മിൽ സംസാരിച്ചോ? സത്യാമ്മ എന്നോടൊന്നും സംസാരിച്ചില്ല, പക്ഷെ എനിക്ക് സംസാരിക്കേണ്ടി വന്നു. ഇത് വാങ്ങണം. തിരികെ വാങ്ങാൻ വേണ്ടിയല്ല അത് തന്നത്. സത്യാമ്മ പറഞ്ഞതുപോലെ എന്റെ ഭർത്താവ് 4ാം ക്ലാസ് തികച്ചു പഠിച്ചിട്ടില്ല. പക്ഷെ അധ്വാനിക്കാനുള്ള മനസ്സുണ്ട്, അതിനുള്ള ആരോഗ്യം. അതുകൊണ്ട് സത്യാമ്മയുടെ വീട്ടിലെ അത്ര സൗകര്യങ്ങളൊന്നും ഇല്ലെങ്കിലും ഞങ്ങളുടെ മോളും സുഖമായിട്ട് ജീവിക്കും. അത് നന്നായി. ആ ഔദാര്യം സ്വീകരിച്ചിരുന്നെങ്കിൽ ഞാൻ ഇല്ലാതായി പോയനെ. അങ്ങനെ ഞാൻ ചെയ്യൂ വിഷ്ണുവേട്ടാ. ആരുടെയും താങ്ങില്ലാതെ നമുക്ക് ജീവിച്ച് കാണിക്കണം ശാലിനി. എന്റെ വീട്ടുകാരുടെയോ ഇയാളുടെ വീട്ടുകാരുടെയോ ആരുടെയും സഹായമില്ലാതെ. എന്തേ ഇളന്തൊന്നും മിണ്ടാത്തെ? വിഷ്ണുവേട്ടന്റെ അതേ അഭിപ്രായം തന്നെയാ എനിക്കും. ഞാൻ ഇതൊക്കെ കൊണ്ടുപോയി വെക്കട്ടെ. ഭാവി ഇപ്പൊ വരാട്ടോ. ആശാനെ, ആശാനെ എല്ലാം സംഘടിപ്പിച്ചു ആശാനെ. സ്റ്റൗ, മണ്ണെണ്ണ, പലചരക്ക് സാധനങ്ങള്, അരി, മല്ലി, മുളക്, ഉപ്പ്, സവാള, തക്കാളി എല്ലാം ഉണ്ട്. അതെ, ഇതെവിടുന്ന്? കടയിന്ന്. സത്യമായിട്ട് ചൂണ്ടിതല്ല ആശാനെ. ഇതൊക്കെ നീ കാശ് കൊടുത്ത് വാങ്ങിച്ചതാ? അതെ. അതിന് നിന്റെ കാശ് ഇടുന്നു? അതൊക്കെ ആശാനെ എന്തിനാ അറിയുന്നത്? കാര്യം നടന്നാ പോരെ. കമല, സത്യം പറ. കടം വാങ്ങിയത് ആശാനെ. ഇവിടെ നിനക്കാര് കടം തരാന്? അത് പറയടാ. ആശാൻ എന്ന് പറഞ്ഞിട്ട് വാങ്ങിയതാ. ആശാൻ ടെൻഷൻ അടിക്കണ്ട. അങ്ങനെ ഒരു കാര്യം നടന്നിട്ടേ ഇല്ലെന്നു കരുതിയാൽ മതി. ഞാനതെങ്ങനെ പണിയെടുത്ത് വീട്ടിക്കൊള്ളാം. ഇതിപ്പോ മൊത്തം എത്ര രൂപയായി? ഒരു 1500. സത്യം പറടാ. 4500. സത്യമാണല്ലോ അല്ലേ? സത്യം ആശാനെ, അമ്മയാണ് സത്യം. സത്യഭാമയുടെ മകൻ എന്ന പേരിൽ വിഷ്ണുവിന് ഇനി ആരുടെ ഔദാര്യോ കടവോ വേണ്ട. ഇത് കൊടുത്ത് ആ കടം വിട്ടേക്ക്. ആശാനെ അത് വിഷ്ണുവേട്ടാ, എന്താ ഇതൊക്കെ? വിഷ്ണുവേട്ടാ, എല്ലാം വാങ്ങിയിട്ടും സ്റ്റൗ വാങ്ങാൻ മറന്നു. ഇനിയിപ്പോ എങ്ങനെ പാചകം ചെയ്യാ? സ്റ്റൗ ഞാൻ വാങ്ങിയിട്ടുണ്ട് ഇടത്തേമ്മേ. സ്റ്റൗവും അതിലൊഴിക്കാനുള്ള മണ്ണെണ്ണ, വെളിച്ചെണ്ണ, കിളിച്ചെണ്ണ, സകല സാമഗ്രികളും ഉണ്ട്. ഏട്ടത്തേമ്മയ്ക്ക് ഇത്ര ഓർമ്മയില്ലാണ്ടായിപ്പോയല്ലോ. സ്റ്റൗ ഇല്ലാതെ എങ്ങനെ പാചകം ചെയ്യാനാ? ഞാനൊന്നും പഠിക്കാതിരുന്നത് നന്നായി, അല്ലെങ്കിൽ IAS മേളിൽ പോയേനെ. ആശാനെ, അപ്പൊ സാധന സാമഗ്രികളെല്ലാം എത്തിയല്ലോ.
നമുക്ക് ഐശ്വര്യമായിട്ട് പാല് കാച്ചി നടത്തി താമസം തുടങ്ങിയാലോ? ആയിക്കോട്ടെ. ആശാനെ, ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താടാ? ഈ പാലില്ലാതെ പാല് കാച്ചി നടത്താൻ പറ്റുമോ? ഇല്ല. അപ്പൊ പാല് കാച്ചി നടക്കില്ല ആശാനെ. പാല് മാത്രം വാങ്ങാൻ മറന്നു. നീയേ പഠിക്കാതിരുന്നത് നന്നായി. അല്ലെങ്കിൽ പാലില്ലാതെ പാല് കാച്ചുക മാത്രല്ല, ടയറില്ലാതെ വണ്ടി വരെ നീ ഓടിച്ചു പോയേനെ. എന്തുവാടാ? ഇപ്പൊ ശരിയായി തരാം ആശാനെ. ഞാൻ പോയി 2 മിനിറ്റിൽ പാല് മേടിച്ചിട്ട് വരാം. അതെ, വേണ്ട, ഞാൻ തന്നെ പോവാം. നീ പോയിട്ടേ അമ്മയും വിജിലേക്ക് വിളിച്ചോണ്ട് വാ. ശാലി, ഞാൻ പോയിട്ട് വരാം. ഈ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചോക്കെ. IAS ആരാ നീ എന്തായാലും IAS പഠിക്കായിരുന്നു നന്നായി. അല്ലെങ്കിൽ നമുക്ക് 2 IAS കാരായിരുന്നു. ഇന്നും പണിയൊന്നും ഇല്ലായിരുന്നോ ശങ്കരേട്ടാ? മഴയല്ലേ മോനെ, ഒരിടത്തും പണിയില്ല. ആ ആ ശങ്കരേട്ടാ, അമ്മനെ 2 കവർ പാൽ. ആ ശരി. പിന്നെന്താ വിശേഷമൊക്കെ? കുടുംബശ്രീ പോവാറില്ലേ? ശാരദാമ്മയെ പോലീസ് പിടിച്ച പിന്നെ കുടുംബശ്രീയിലെ കാര്യമൊക്കെ കണക്കാ മോനെ. ശാരദാമ്മ ഇന്ന് ഇറങ്ങും. കള്ള കേസാണെന്ന് എല്ലാവർക്കും അറിയാം മോനെ. ദാട്ടാ പാല്. ആ എത്രയും? 60. അയ്യോ അയ്യോ ചേട്ടാ, ചില്ലറയില്ല. അയ്യോ, ഇപ്പൊ എന്താ ചെയ്യാ? ആ ലോട്ടറിക്ക് എത്ര വില? അത് 40. ആ എന്നാ അതെടുത്തോ. അപ്പൊ 100 ആയല്ലോ. ആ ശരി, ഞാൻ ബാക്കി തരാം. ആ പിന്നെ എന്തൊക്കെയാ വിശേഷങ്ങള്? ഓ, ഇങ്ങനെയൊക്കെ പോകുന്നു മോനെ. ദാ. ആ ഇപ്പൊ ശരിയല്ലോ. ആ ഇതിരിക്കട്ടെ. ഇത് ശങ്കരേട്ടന്. പേടിക്കണ്ട, ഇതിന് പണം ഒന്നും തരണ്ട. ഇത് ശങ്കരേട്ടനുള്ള എന്റെ ഒരു സമ്മാനം. ഇനി ഫസ്റ്റ് പ്രൈസ് അടിച്ചാൽ ശങ്കരേട്ടൻ തന്നെ എടുത്തോ. അയ്യോ, അതുകൊണ്ടൊന്നും അല്ല മോനെ. എനിക്ക് ഭാഗ്യചീട്ടിലൊന്നും വിശ്വാസമില്ല. സ്വന്തമായി അധ്വാനിച്ച് ജീവിക്കണമെന്ന് വിശ്വസിക്കുന്ന ഒരാളാ ഞാൻ. ഈ ശങ്കരേട്ടനെ ലോട്ടറി എടുക്കുന്ന ശീലമുണ്ട്. ഒറ്റ തടിയല്ലേ, വേറെ ചെലവൊന്നുമില്ലല്ലോ. അവസാനം ഒരേ നമ്പർ വരുന്ന കുറെ ലോട്ടറികൾ ഒരുമിച്ച് എടുക്കുന്നത്. ചിലപ്പോ ഒന്നിച്ചടിക്കും, അല്ലെങ്കിൽ മൊത്തം പോവും. അല്ല, മോനെന്താ ഇവിടെ? എന്താ ചോദിച്ചേ? അല്ല, വിഷ്ണുമോൻ എന്താ ഇവിടെയെന്ന്? ഞങ്ങളിവിടെ അടുത്തൊരു വീടെടുത്തു. ഇവിടെ അടുത്തോ? ആ എന്നാ ഞാനും കൂടി വരാം മോന്റെ കൂടെ. ശാലിനി മോളെ കണ്ടിട്ട് കുറെ നാളായി. ഇന്നലെ 5000-ന്റെ 5 ലോട്ടറികൾ ഒന്നിച്ചടിച്ചു. അപ്പൊ കടം തരാനുണ്ടായിരുന്ന 10000 രൂപ അത് തിരികെ തന്നത്. മോനെന്താ ഇങ്ങനെ നോക്കുന്നത്? ഒന്നുമില്ല. വീട്ടിലേക്ക് ഞാൻ കൂടി വരട്ടേന്ന്. ഇന്ന് വേണ്ട ശങ്കരേട്ടാ. കയ്യിലിരിക്കുന്നത് ഭാഗ്യമാണോ നിർഭാഗ്യമാണോ എന്നറിയണം. അത് കഴിഞ്ഞു മതി. പോട്ടെ. ശങ്കരേട്ടനെ ലോട്ടറി എടുക്കുന്ന ശീലമുണ്ട്. അവസാനം ഒരേ നമ്പർ വരുന്ന കുറെ ലോട്ടറികൾ ഒരുമിച്ച് എടുക്കുന്നത്. ഇന്നലെ 5000-ന്റെ 5 ലോട്ടറികൾ ഒന്നിച്ചടിച്ചു. അപ്പൊ കടം തരാനുണ്ടായിരുന്ന 10000